നമസ്കാരം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ചെറിയ നുണയ്ക്ക്, വളരെ നിസ്സാരമായൊരു നുണയ്ക്ക് ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന്? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗീതെ മോപ്പസാങ്ങിന്റെ അത്തരത്തിലൊരു ക്ലാസിക് കഥയാണ്. ഒരു ചെറിയ സംഭവം എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യനെ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് നമുക്ക് കാണാം. അതെ, ചോദ്യം ഇതാണ്: ഒരു ചെറിയ കള്ളത്തിന് ഒരാളുടെ ജീവൻ എടുക്കാൻ സാധിക്കുമോ? ഈയൊരു ചോദ്യമാണ് ഈ കഥയുടെ കാതൽ. ഇതിനുള്ള ഉത്തരം തേടിയാണ് നമ്മൾ ഈ കഥയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? കഥ നടക്കുന്നത് ഗോഡർവിൽ എന്നൊരു പട്ടണത്തിലാണ്. അവിടത്തെ തിരക്കേറിയ ഒരു ചന്ത ദിവസം. ചുറ്റും കർഷകരും അവരുടെ ഭാര്യമാരും പിന്നെ ഒരുപാട് വളർത്തുമൃഗങ്ങളും കച്ചവടക്കാരും, ആകെ ബഹളമയമായ ഒരന്തരീക്ഷം. ഈ വലിയ ആൾക്കൂട്ടത്തിനിടയിലേക്കാണ് നമ്മുടെ പ്രധാന കഥാപാത്രമായ മെത്ര ഹോഷ്കോം വരുന്നത്. അദ്ദേഹം അവിടുത്തെ ഒരു സാധാരണ കർഷകനാണ്. അദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട്: നിലത്ത് ഉപകാരപ്രദമായ എന്ത് കണ്ടാലും അതെടുക്കണം, അതാണ് ശീലം. ഇവിടെയാണ് ആ ദുരന്തത്തിന് തുടക്കമിട്ട സംഭവം നടക്കുന്നത്. ഹോഷ്കോം നിലത്ത് കിടക്കുന്ന ഒരു ചെറിയ ചരട് കാണുന്നു. ആഹാ, ഇതെന്തിനെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതി അതെടുക്കാനായിട്ടൊന്ന് കുനിയുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ സമയത്ത് അയാളുടെ ശത്രുവായ മാലൻഡെയിൻ ഇത് കാണുന്നുണ്ടായിരുന്നു. ഇതാണ് കഥയിലെ ഏറ്റവും നിർണായകമായ നിമിഷം. ശരി, ഇനി നോക്കൂ, എങ്ങനെയാണ് ഈ ചെറിയൊരു സംഭവം വലിയൊരു പ്രശ്നമായി മാറുന്നതെന്ന്. ചന്തയൊക്കെ കഴിഞ്ഞ് ആളുകളെല്ലാം ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനുമൊക്കെയായി ഒത്തുകൂടുന്ന ഒരു ഭക്ഷണശാലയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു പെരുമ്പറ ശബ്ദം കേൾക്കുന്നത്. ഒരു വിളംബരക്കാരൻ വന്നിട്ട് ഒരു കാര്യം അറിയിക്കുകയാണ്. 500 ഫ്രാങ്കും കുറച്ച് ബിസിനസ് രേഖകളും അടങ്ങിയ ഒരു പേഴ്സ് കാണാതായിരിക്കുന്നു. അത് തിരികെ കിട്ടുന്നവർക്ക് 20 ഫ്രാങ്ക് ഇനാം. ഇത് കേട്ടതും അവിടെയുണ്ടായിരുന്ന ആളുകളുടെ എല്ലാം ശ്രദ്ധ അങ്ങോട്ടായി. അധികം സമയം കഴിഞ്ഞില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് വരുന്നു, നേരെ ഹോഷ്കോമിന്റെ അടുത്തേക്ക്. എന്നിട്ട് അദ്ദേഹത്തോട് മേയറുടെ ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. ഹോഷ്കോം ആകെ അമ്പരന്നുപോയി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ എന്തിനാണ് വിളിപ്പിക്കുന്നത്? എന്താണ് സംഭവം? ഒന്നും അറിയാതെ അയാൾ ആ ഉദ്യോഗസ്ഥന്റെ കൂടെ പോയി. ഇവിടെയാണ് കഥയുടെ യഥാർത്ഥ സംഘർഷം തുടങ്ങുന്നത്. ഒരു വശത്ത് ഹോഷ്കോമിന്റെ സത്യം: ഞാൻ നിലത്തുനിന്ന് ഒരു ചരട് കഷ്ണം മാത്രമാണ് എടുത്തത്. പക്ഷേ മറുവശത്തെന്താണ്? മാലൻഡെയിനിന്റെ ആരോപണം: അല്ല, അവനെടുത്തത് ആ വിലപിടിപ്പുള്ള പേഴ്സാണ്. നോക്കൂ, ഒരു ചരടും ഒരു പേഴ്സും തമ്മിലുള്ള വലിയ വ്യത്യാസം. മേയറുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാകും. മിസ്റ്റർ ഹോഷ്കോം, എല്ലാവരും വിശ്വസിക്കുന്ന മാന്യനായ മാലൻഡെയിനിന് ഒരു ചരടും പേഴ്സും തമ്മിൽ തെറ്റിപ്പോയെന്ന് ഞാൻ കരുതുന്നില്ല. എന്നുവെച്ചാൽ എന്താ? പട്ടണത്തിൽ വിലയുള്ളത് മാലൻഡെയിനിന്റെ വാക്കിനാണ്. ഒരു സാധാരണ കർഷകന്റെ സത്യത്തിന് അവിടെ ഒരു വിലയുമില്ല. ഹോഷ്കോം ഒരുപാട് തവണ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചു. അയാളെ ദേഹപരിശോധന നടത്തിയിട്ടും ഒന്നും കിട്ടിയില്ല. ഒടുവിൽ മേയർ അയാളെ വെറുതെ വിട്ടു. പക്ഷേ അപ്പോഴേക്കും നടക്കേണ്ട നാശം നടന്നു കഴിഞ്ഞിരുന്നു. അയാളെ രക്ഷിക്കേണ്ടിയിരുന്ന ഒരു സംഭവം പിന്നീട് നടന്നപ്പോൾ അത് അയാളെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണ് ചെയ്തത്. അടുത്ത ദിവസം തന്നെ ആ കാണാതായ പേഴ്സ് കിട്ടി. ഹോഷ്കോം നിരപരാധിയാണെന്ന് തെളിഞ്ഞു. കൊള്ളാം, കഥ ശുഭമായി അവസാനിച്ചുവെന്ന് നമ്മൾ വിചാരിക്കും, അല്ലേ? അവസാനം നീതി ജയിച്ചല്ലോ. പക്ഷെ കഥ അവിടെ തീർന്നില്ല. ആ ഗ്രാമത്തിലുള്ളവർ പുതിയൊരു കഥയുണ്ടാക്കി. എന്താണെന്നോ? ഹോഷ്കോം പേടിച്ച് തന്റെ ഒരു കൂട്ടാളിയെക്കൊണ്ട് ആ പേഴ്സ് തിരികെ വെപ്പിച്ചതാണെന്ന്. ഒരാൾ കണ്ടെത്തുന്നു, മറ്റൊരാൾ അത് തിരികെ ഏൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരയാളുടെ നിരപരാധിത്വത്തെ വീണ്ടും ഒരു നുണ കൊണ്ട് മൂടി. തന്റെ നിരപരാധിത്വം തെളിഞ്ഞല്ലോ എന്ന സന്തോഷത്തിൽ പഴയ കൂട്ടുകാരോടൊക്കെ സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഹോഷ്കോമിന് കേൾക്കേണ്ടി വന്ന മറുപടി ഇതാണ്: വയസ്സൻ കള്ള, ഇറങ്ങിപ്പോയിവിടുന്ന്. സമൂഹം അയാളെ അപ്പോഴേക്കും പൂർണ്ണമായും ഒറ്റപ്പെടുത്തിയിരുന്നു. ഇതോടെ ഹോഷ്കോമിന്റെ ജീവിതത്തിന്റെ താളം തെറ്റി. തന്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നത് അയാളുടെ ജീവിതത്തിലെ ഒരേയൊരു ലക്ഷ്യമായി മാറി. പക്ഷെ ആരും കേൾക്കാൻ തയ്യാറല്ലാത്തൊരു സത്യം, അതൊരു ഭ്രാന്തായി അയാളെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നാൻ തുടങ്ങി. അയാൾ തന്റെ കഥ എല്ലാവരോടും പറയാൻ തുടങ്ങി. വഴിയേ പോകുന്നവരോട്, മദ്യശാലയിലിരിക്കുന്നവരോട്, എന്തിനു പറയുന്നു, പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിവരുന്ന അപരിചിതരോട് പോയും അയാൾ തന്റെ നിരപരാധിത്വത്തെക്കുറിച്ചു പറഞ്ഞു. ആരെങ്കിലും ഒരാൾ തന്നെ വിശ്വസിക്കുമെന്നൊരു പ്രതീക്ഷ. പക്ഷേ അയാൾക്ക് തിരികെ കിട്ടിയത് പരിഹാസം മാത്രമായിരുന്നു. ആളുകൾക്ക് ഇതൊരു തമാശയായി. അവർ വെറുതെ ഒരു നേരം പോക്കിനായി അയാളെക്കൊണ്ട ചരടിന്റെ കഥ വീണ്ടും വീണ്ടും പറയിപ്പിക്കാൻ തുടങ്ങി. അയാളുടെ വേദന അവർക്കൊരു വിനോദമായി മാറി. നോക്കൂ, എത്ര പെട്ടെന്നാണ് അയാളുടെ ജീവിതം തകർന്നതെന്ന്. പേഴ്സ് കിട്ടിയ ദിവസം വിജയഭാവത്തോടെ നടന്നയാൾ അടുത്ത ചൊവ്വാഴ്ചയായപ്പോഴേക്കും ചന്തയിൽ വെച്ച് പരസ്യമായി പരിഹസിക്കപ്പെട്ടു.
ഓരോ ദിവസം കഴിയുന്തോറും അയാൾ മാനസികമായി തളർന്നു. ഡിസംബർ അവസാനമായപ്പോഴേക്കും രോഗം ബാധിച്ച് കിടപ്പിലായി. ഒടുവിൽ ജാനുവരി ആദ്യ ദിവസങ്ങളിൽ മരണത്തിന് കീഴടങ്ങി. വെറും ആഴ്ചകൾക്കുള്ളിൽ ഒരു നുണ അയാളുടെ ജീവനെടുത്തു. നമുക്കിനി ഈ കഥയുടെ അവസാന നിമിഷങ്ങളിലേക്ക് പോകാം. ഒരു ജീവിതം എങ്ങനെയാണ് ഒരു ചരട് കഷ്ണത്തിൽ അവസാനിക്കുന്നതെന്നും അത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നും നോക്കാം. യഥാർത്ഥത്തിൽ ആ സംശയത്തിന്റെ അനീതി അയാളുടെ ഹൃദയത്തിൽ അത്ര ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. അയാളെ കൊന്നത് ആ മോഷണ കുറ്റമായിരുന്നില്ല, മറിച്ച് സ്വന്തം നാട്ടുകാരും കൂട്ടുകാരും ഒന്നടങ്കം തന്നെ അവിശ്വസിച്ചല്ലോ എന്ന വേദനയായിരുന്നു. മരണക്കിടക്കയിൽ ബോധം മറയുന്ന അവസാന നിമിഷങ്ങളിലും അയാൾ തന്റെ നിരപരാധിത്വം തന്നെ പുലമ്പിക്കൊണ്ടിരുന്നു. ഒരു ചരട്, വെറുമൊരു ചരട്, നോക്കൂ മേയർ, ദേ ഇതാണത്. അപ്പോ ഈ കഥയിലെ യഥാർത്ഥ കുറ്റവാളി ആരാണ്? മാലണ്ടേനാണോ, അതോ മേയറോ, അതോ ആ ഗ്രാമവാസികളോ? ഒരുപക്ഷേ കുറ്റവാളി അവരെല്ലാം ചേർന്ന സമൂഹം തന്നെയായിരിക്കാം. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിശകലനം ഇവിടെ നിർത്തുന്നു. ചിന്തിക്കുക.